ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുമായുള്ള പോരിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന നൽകുകയാണ് സർക്കാർ. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളിയിരിക്കുന്നു. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാനേ കഴിയൂവെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഇനി അങ്ങോട്ടും ദേശീയ ചിഹ്നങ്ങളായി അംഗീകരിച്ചവയല്ലാതെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾക്ക് എന്നൊരു സന്ദേശം കൂടി കത്തിൽ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കത്തിലെ വിശദാംശങ്ങൾ? ഇനി ഇതിന്റെ ഒരു തുടർ നടപടി എന്താവും? ഭാരതാംബ വിവാദത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് അനുകൂലമായ നിലപാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കത്തിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പക്ഷേ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മന്ത്രിക്ക് അങ്ങനെയല്ലാതെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് തിരികെ മറുപടി നൽകിയപ്പോൾ അത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ മൂർധന്യത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന നിലപാടിലാണ് രാജ്ഭവൻ. അതേ നിലപാടിൽ തന്നെ സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ പോര് മറ്റൊരു തരത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഔദ്യോഗിക പരിപാടികൾക്ക് ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അതിനിടയിലാണ് ഭാരതാംബയുടെ പതാകയേന്തിയ ചിത്രം രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഒരേപോലെ പ്രദർശിപ്പിക്കുന്ന ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുമെന്ന നിലപാടിലാണ് രാജ്ഭവൻ. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും ഭാരതാംബ വിവാദം സർക്കാരിനെയും രാജ്ഭവനെയും കൊണ്ടുചെന്ന് എത്തിക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.